ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതിരയുടെ വെള്ളം വെച്ചിട്ട് ഒരു രസമാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് കുറച്ച് മുതിര വേവിച്ച വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ടാണ് രസം തയ്യാറാക്കുന്നത്. അപ്പോൾ രസം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 തക്കാളി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മുതിര വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളിയുടെ വേസ്റ്റൊക്കെ ഒന്ന് കളയാം. അപ്പോൾ അത് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരണം. അതിനുശേഷം ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഒരു 3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കായത്തിന് പകരം നിങ്ങൾക്ക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുതിരയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുതിരവെള്ളം വെച്ചിട്ടൊരു രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം മുതിരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വെള്ളം ഇനി കളയണ്ട. ഇതുപോലെ രസം തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.